സീതാറാം യെച്ചൂരി ഇന്ത്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വച്ചപ്പോൾ കോൺഗ്രസ് കടുത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജനാധിപത്യമായി നിലനിൽക്കുകയും കൂടുതൽ ആഴമുള്ള ജനാധിപത്യമായി വളരുകയും ഇന്ന് ഇന്ത്യയിൽ പ്രധാനമായും ഒരു വലതുപക്ഷമേ ഉള്ളൂ. അത് ഫാസിസ്റ്റുകളായ ഹിന്ദുത്വവാദികൾ തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ കേരളം പോലുള്ള ഒരു ചെറിയ സ്ഥലത്ത് നടക്കുന്ന തർക്കങ്ങൾക്ക് ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നു മാത്രമല്ല, നമ്മുടെ ജനാധിപത്യമായി നിലനിൽക്കുകയും കൂടുതൽ ആഴമുള്ള ജനാധിപത്യമായി വളരുകയും ചെയ്യണമെങ്കിൽ ഞാൻ ഇടതുപക്ഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ രണ്ട് പക്ഷങ്ങളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനം അത്യാവശ്യമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. കോൺഗ്രസ് കടുത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശിക്ഷകൾ അനുഭവിച്ചവരാണ് ഒരുപക്ഷെ നാം എല്ലാം തന്നെ. അടിയന്തരാവസ്ഥയെ പോലുള്ള വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഏകാധിപത്യത്തിൻ്റെ ഒരു റിഹേഴ്സൽ എന്ന് തോന്നാവുന്ന രീതിയിലാണ് അടിയന്തരാവസ്ഥയെ നാം അനുഭവിച്ചത്. പക്ഷെ അവയെല്ലാം മാറ്റി നിർത്തിയാൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തെ നമുക്ക് നെഹ്റുവിനെ കൂടി ഉൾക്കൊള്ളുന്ന, നെഹ്റുവിൻ്റെ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ദർശനത്തെ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിനെ വലതുപക്ഷം എന്ന് സാമ്പ്രദായികമായൊരർത്ഥത്തിൽ വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് സീതാറാം യെച്ചൂരി ഇന്ത്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായത് നിശ്ചയമായും ഈ വലതുപക്ഷത്തിൻ്റെ നിർവചനം മാറേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. കാരണം ഇടതുപക്ഷത്തിന് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പക്ഷമായി കോൺഗ്രസിനെയും മറ്റ് ജനാധിപത്യ പാർട്ടികളെയും അദ്ദേഹത്തിന് ദീർഘവീക്ഷണത്തോടുകൂടി കാണാൻ കഴിഞ്ഞെങ്കിൽ അദ്ദേഹം ഒരു പുതിയ വലതുപക്ഷം ശക്തിയായി വളർന്നു വന്നിരിക്കുന്നു എന്നും അതിനെ എതിർക്കാൻ ഇവിടെയുള്ള എല്ലാ ജനാധിപത്യ മതേതര ശക്തികളും ഒന്നിക്കണമെന്നും തിരിച്ചറിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൻ്റെയും പ്രസ്താവനയുടെയും ഒക്കെ തന്നെ അർത്ഥം.